എന്റെ സുഹൃത്തുക്കളെ, ഞാനൊക്കെ അലറുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അലറാൻ, ഇങ്ങനെ അലറി വിളിക്കാൻ, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഇങ്ങനെ സന്തോഷത്തോടെ അലറി വിളിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ 100% അതിന് അവകാശമുള്ള ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് സ്മൃതി പരുത്തിക്കാടാണ്. കാരണം ഇലക്ഷന്റെ ആ ഒരു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, പ്രചാരണം തുടങ്ങുന്ന ആ സമയം മുതൽ തന്നെ വി.ഡി. സതീശന് വേണ്ടി മാത്രം എന്ന നിലയ്ക്കായിരുന്നു നമ്മുടെ സ്മൃതി പരുത്തിക്കാട് സംസാരിച്ചിട്ടുള്ളത്. വേറൊരാൾക്ക് വേണ്ടിയിട്ടും അവർ സംസാരിച്ചിട്ടില്ല. പരമാവധി പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വിധ സംഭാവനകൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇടപ്പേര് കൂടി അവർക്ക് വീണുപോയി. സ്മൃതീശൻ എന്നടക്കം ആളുകൾ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ വിളിക്കുന്നുണ്ട്. ആ ഒരു സ്മൃതി പരുത്തിക്കാടിന് ഇന്ന് വേണമെങ്കിൽ ചാനൽ ചർച്ചയിൽ തുള്ളാം, അവർക്കവിടെ ഡാൻസ് കളിക്കാൻ, അവർക്കവിടെ ആർമാദിക്കാം. കാരണം ഏറെക്കാലത്തെ ചർച്ചകൾക്കും മറ്റും ശേഷം വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു. തെരഞ്ഞു പിടിക്കുകയായിരുന്നു ഇത്ര കാലം. ഈ ഒരു മനുഷ്യനെ തന്നെ മുഖ്യമന്ത്രി ആക്കാനായിരുന്നെങ്കിൽ നിങ്ങൾ എന്നാ ചർച്ചയാണ് എൻ്റെ പൊന്നിടാങ്ങളെ നിങ്ങൾ ആ ഡൽഹിയിലൊക്കെ നടത്തി? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ്സുകാരെ ഇങ്ങനെ അപമാനപ്പെടുത്തുന്ന രീതിയിലൊക്കെ മാറ്റിയത്? വോട്ട് ചെയ്ത ആളുകളെ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള വടംവലി, കേസിയും മാർസിയും ഒക്കെ നടത്തിയത് എന്തിനാണ്? കാരണം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു അധ്വാനിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് വി.ഡി. സതീശനാണ്. ഇനി എങ്ങാനും വി.ഡി. സതീശൻ ആവുന്നില്ല, മൂപ്പര് പിൻവാങ്ങുന്നു, കേസ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു, ഇവിടെ മത്സരിക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്നു സുഹൃത്തുക്കളെ, അപ്പൊ ഒരുവൻ ബലിയാടാവും. ജയിച്ചൊരു പാവ മനുഷ്യൻ ബലിയാടാവുകയും അതിന് പകരം അവിടെ കേസ് വരികയും മറ്റും ചെയ്യും. കേസ് എങ്ങാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിരുന്നു വി.ഡി. സതീശൻ കേസിയെ തോൽപ്പിക്കാനുള്ള എല്ലാ പണിയെടുക്കും, ക്ഷീണം പരിശ്രമിക്കും, തോറ്റ് പണ്ടാടക്കും. അതിന്റെ അപ്പുറത്തേക്ക് വേറെ പറയാനില്ല. എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ കേൾക്കേണ്ടത് ഇവരുടെ ആർമാദം മാത്രമാണ്. വൻ മ്യൂസിക്കുകളാണ്, ഒരു രക്ഷയില്ല. എന്റെ അപ്പ എന്നൊക്കെ മ്യൂസിക്, അതൊക്കെ എനിക്ക് പണി കിട്ടണോ? ഞാനിത് എന്താ പറയാ, സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് വി.ഡി. മുഖ്യമന്ത്രി എന്ന രീതിയിൽ തീ വരുന്നുണ്ട്, പുക വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോ തന്നെയാണ് കേട്ടോ വി.ഡി. സതീശിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖവുമായിട്ട് വെച്ചിട്ട് നമ്മുടെ റിപ്പോർട്ടർ വെക്കുന്നത്. ഇതിനൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്നത് മറ്റു ചിലരുടെ കരച്ചിൽ കൂടിയാണ്. ഈ കരച്ചിലൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ ഇവിടെ വേണമെന്നുള്ളതാണ്. എന്തായാലും ഇവരെന്തിലും പറയുമെന്ന് നോക്കാം. അഭിനന്ദനങ്ങൾ, കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ, റിപ്പോർട്ടർ ടിവിയുടെ അഭിനന്ദനങ്ങൾ ശ്രീ വി.ഡി. സതീശൻ. ഈ റിപ്പോർട്ടർ ടിവിയുടെ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്നേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന്റെ മാത്രം അഭിനന്ദനം എന്നൊക്കെ രീതിയിൽ ഇതിനെ വായിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളെ കാണുന്നത് മറ്റൊരു ദൃശ്യമാണ്. ഈ ഇറങ്ങി വരുന്നത് കെ.സി. വേണുഗോപാൽ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പുഞ്ചിരി മാത്രമാണ് കെ.സി. വേണുഗോപാൽ കൊടുത്തിട്ടുള്ള, വേറെ ഒരു ബൈറ്റും കൊടുത്തിട്ടില്ല, ഒന്നും മിടിയിട്ടില്ല. എന്തായാലും നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു വിമാനം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്, ആ വിമാനത്തിൽ കേസ് ഇല്ലെന്നാണ് അറിവ് കേട്ടോ. നോക്കാം എങ്ങനെയാണത്. കൂടിക്കാഴ്ചക്ക് മുമ്പാണ് ചാർട്ടേഡ് വിമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഭിച്ചിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരങ്ങളിൽ വിമാനത്തിൽ എത്തുന്നത് 4 നേതാക്കളാണ്. ഒന്ന് ദീപാദാസ് മുൻഷിയാണ്, കേരളത്തിന് ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി. 2 ഹൈക്കമാൻഡ് നിരീക്ഷകരായി എത്തുന്ന മുകുൾ വാസ്നിക്കും 3 അജയ് മാക്കറുമാണ്. മറ്റൊന്ന് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള നേതാവായ സൂര്യകാന്ത് ദുസ്മാനാണ്. ഈ 4 പേരാണ് ഈ വിമാനത്തിൽ വരുന്നത്. ആ യാത്രികരുടെ കൂട്ടത്തിൽ കെ.സി. വേണുഗോപാലിന്റെ പേരില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് കെ.സി. വേണുഗോപാലിന്റെ പേരില്ല അവിടെ എങ്കിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കണ്ട. കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വിമാനം കയറുന്നില്ല എന്നുള്ള ഒറ്റ വാർത്ത മാത്രം ധാരാളമാണ്. അതിന്റെ അപ്പുറത്തൊന്നും പറയണ്ട. അദ്ദേഹം ഇങ്ങോട്ട് വിമാനം കയറുന്നില്ലെങ്കിൽ വി.ഡി. സതീശനാണ് സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ എന്താ പറയുക ലെഫ്റ്റ് ഒരു ഇടതുപക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ഇത്തവണ ഏതായാലും ഇവർ ജയിച്ചു, അഭിനന്ദനങ്ങൾ, ഒരു സംശയമില്ല, അവർക്ക് അഭിനന്ദനം നേരുക തന്നെ വേണം. ഈ അഭിനന്ദനം നേരുന്നതിനൊപ്പം തന്നെ ഞാനടക്കമുള്ള ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് വളരെ സ്വാഭാവികമായിട്ടും ഞാനടക്കമുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വി.ഡി. സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതല്ലാതെ വേറെ പേര് പറയാനില്ല. കാരണം കഴിഞ്ഞ ഒരു 10 വർഷം എന്ന നിലയ്ക്ക്
ആദ്യത്തെ 5 വർഷം രമേശ് ചെന്നിത്തലയായിരുന്നു നമ്മുടെ പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ വി ഡി സതീശൻ വരുന്നു. വി ഡി സതീശൻ വന്നതോട് കൂടിയിട്ട് എല്ലാ അടിയും വി ഡി സതീശന് കിട്ടുന്ന പോലെ ആയിരിക്കും. വി ഡി സതീശന് ഒരു രക്ഷയില്ല. ആകെ തകർന്ന് ഛിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു കേരളത്തിലെ ഈ UDF മുഴുവൻ. അവരെല്ലാവരെയും നടന്ന് കണ്ട് അവരെ മുഴുവൻ ഒതുക്കി എല്ലാ ആക്ഷേപങ്ങളും എന്താ പറയുക എല്ലാം കേൾക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ സമയം തന്നെ ഇതിനിടയ്ക്ക് ഇദ്ദേഹം ചില വൻകിട മുതലാളിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ പോയിരുന്നു. ആ ചർച്ച എന്താവും, എന്തിനായിരുന്നു അവരൊക്കെ കാണാൻ പോയത് എന്ന് പറയുന്ന പരിപാടി അവിടെ നിൽക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ ഈ അധികാരം കിട്ടിയതിനു ശേഷം പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ വി ഡി സതീശൻ നമ്മുടെ അടക്കമുള്ള ആളുകൾ വയനാട്ടുകാർക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അധികാരത്തിൽ കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ 20-ാം തീയതിയോട് കൂടിയിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ എല്ലാ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും പെൻഷൻ കൊടുക്കേണ്ട ഡേറ്റാണ്. ഈ 20-ാം തീയതിയോട് കൂടിയിട്ട് അതിനെന്ത് തീരുമാനമാവും. ഇപ്പം തന്നെ 13-ാം തീയതിയായി. എന്ത് തീരുമാനമാവും എന്നൊക്കെ അറിയേണ്ടത്. ഇങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശന്റെ മുന്നിൽ നിൽക്കുന്നത് അപാരമായിട്ടുള്ള വലിയ സ്റ്റെമ്പിംഗ് ബ്ലോക്കുകളാണ്. ആ ഒരു ബ്ലോക്കുകൾ എന്ന് പറയുന്ന ഒന്ന് കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ്. ആ ഒരു ഗ്രൂപ്പ് കളി തന്നെയാണ്, ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ സ്റ്റെമ്പിംഗ് ബ്ലോക്കുകളായിട്ട് വി ഡി സതീശന് മുന്നിൽ നിൽക്കുന്നത്. അതല്ലാത്ത മറ്റു പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ആരെന്ന് ഇന്ന് തന്നെ നമുക്ക് അറിയുണ്ടായിരിക്കും. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. പിണറായി വിജയൻ ആകില്ല എന്നും ബാലഗോപാൽ അദ്ദേഹം പഴയ നമ്മുടെ ധനമന്ത്രി അദ്ദേഹമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പല വിധത്തിൽ വർത്തമാനങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. എന്തൊക്കെയായാലും പ്രതിപക്ഷം ഇത്തവണ വി ഡി സതീശന് മുമ്പിലേക്ക് വയ്ക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. അതൊക്കെ എങ്ങനെയാണ് വി ഡി സതീശൻ ടാക്കിൾ ചെയ്തു പോവുക? പഴയതുപോലെ തന്നെ നുണകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ വീട് വെച്ചു, അവിടെ വീട് പണിയായി, അവിടെ ഇപ്പോൾ ആൾക്കാർ താമസം തുടങ്ങി, ചെന്ന് നോക്കുമ്പോൾ അവർ പെട്ടെന്ന് വീട് മാറിപ്പോയതാണ്, വീട് അപ്രത്യക്ഷമായി പോയതാണ് എന്നീ പറയുന്ന വർത്തമാനങ്ങളൊക്കെ തന്നെയാണോ ഇനി ഭരണസമയത്ത് നടത്തിക്കൊണ്ടിരിക്കുക? വി ഡി സതീശന് കൂടുതൽ ഉത്തരവാദിത്തം വരുന്നു എന്നുകൂടി എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ 5 ഗ്യാരണ്ടികളുണ്ട്. വി ഡി സതീശൻ മാത്രമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വി ഡി സതീശൻ ഏറ്റവും പ്രധാനമായിട്ട് വി ഡി സതീശൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഓർമ്മിപ്പിക്കേണ്ടതൊക്കെ ജനങ്ങളുടെ ചുമതലയാണ്. ആശാ വർക്കേഴ്സിന് 21,000 രൂപ കൊടുക്കുന്ന ഒരു ഫയലുണ്ട്. അതായിരിക്കും താൻ ക്യാബിനറ്റ് കൂടുമ്പോൾ ആദ്യം സൈൻ ചെയ്യുന്നത്, താൻ ആദ്യം ഒപ്പുവെക്കുന്ന ഒരു സമ്മതപത്രം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒപ്പുവെച്ച് പുറത്തേക്ക് ഇടുന്ന ഒരു ഫയൽ അതായിരിക്കും. അതിനുശേഷമാണ് സ്ത്രീകളെ യാത്രയും കുട്ടികളെ പഠനവും 25 ലക്ഷത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസും 3000 രൂപയാക്കി വർദ്ധിക്കുന്നതും എല്ലാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മുമ്പിൽ ബ്രേക്കിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വി ഡി സതീശൻ സമയബന്ധിതമായിട്ട് തന്നെ തീർക്കുമെന്ന് വിചാരിക്കാം. പെട്ടെന്നൊന്നും പൊന്നിടാങ്ങളെ നിങ്ങൾ ആരും വി ഡി സതീശ വേഗം ഞങ്ങൾക്ക് നാളെ തന്നെ യാത്ര ചെയ്യണം, നാളെ തന്നെ ഞങ്ങൾക്ക് 6 ഉറുപ്പിക കിട്ടണം, നാളെ തന്നെ 3000 ആക്കണം എന്നൊന്നും ആരും വാശി പിടിക്കരുത്. അതിനൊക്കെ സമയങ്ങളിൽ ഇതൊക്കെ നടക്കുമെന്ന് വിചാരിക്കാം. പണ്ടെങ്ങാണ്ട് ഉമ്മൻചാണ്ടി കാലഘട്ടത്തിൽ 600 രൂപ ഉണ്ടായിരുന്ന ഒരു പെൻഷൻ അവർ 18 മാസത്തോളം കൊടുക്കാതെ നിന്നിരുന്ന ആൾക്കാരാണ്. അത്തരമൊരു ദുരിതമൊന്നും നാട്ടുകാർക്ക് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് ഞാനടക്കമുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ആക്കത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴും അധികാരത്തിന് വേണ്ടി വടംവലി കൂട്ടിയ ആൾക്കാർ അധികാരത്തിൽ കയറി കഴിഞ്ഞ് ഇനി വേറെ എന്തിനു വേണ്ടിയിട്ടാണ് വടംവലി കൂട്ടുക? സ്വാഭാവികമായിട്ട് കമ്മീഷന് വേണ്ടിയിട്ടായിരിക്കും വടംവലി കൂട്ടുക എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാടൽബി വി ഡി സതീശൻ തന്നെയാണ് അജയനായിട്ടുള്ള ഒരു നേതാവ്. കോൺഗ്രസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ തെറി വാങ്ങിച്ചു കൂട്ടിയ ഒരു മനുഷ്യൻ കൂടിയാണ്, ആക്ഷേപങ്ങൾ വാങ്ങിച്ചു കൂട്ടിയൊരു മനുഷ്യൻ തന്നെയാണ്. തീർച്ചയായിട്ടും അധ്വാനിച്ച മനുഷ്യൻ നിലയ്ക്ക് അധ്വാനത്തിന് കൂലി കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ കൂലിയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു മുഖ്യമന്ത്രി പദം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബൈ.